ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഈ ക്ലേയുടെ കപ്പുകളും പാത്രങ്ങളും ഒക്കെ ഇല്ലേ, നിറം മങ്ങിയൊക്കെ ഇരിക്കുന്നത് കാണും, നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്നത് കാണും. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ നല്ല കപ്പുകളായിരുന്നു. നല്ല വാങ്ങിച്ചപ്പോൾ നല്ല സുന്ദരം കപ്പുകളായിരുന്നു, വെള്ള കപ്പുകൾ. ഉപയോഗിച്ച് വന്നപ്പോൾ അതിൻ്റെ നിറമൊക്കെ മാറി. കുറേ നാൾ ഉപയോഗിച്ചു, പിന്നെ ഇത് കളയാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വിദ്യ പ്രയോഗിച്ചാലോ എന്ന്. അപ്പോൾ എന്താണ് ഈ വിദ്യ എന്ന് നോക്കാം. ഇതിൻ്റെ തന്നെ കൂടെയുള്ള കപ്പാണിത്. ഇത് ആ വിദ്യ പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ കപ്പ് ഇങ്ങനെയായി. ഇനി ഞാൻ കളയുന്നതൊന്നുമില്ല. ഇത് കണ്ടില്ലേ? അപ്പോൾ ഈ വിദ്യ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ വിദ്യ എന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5 പൈസയുടെ ചിലവ് പോലും വരുന്നില്ല. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞ് കളയുന്നതായ മുട്ടത്തോട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങേൻ്റെയും വാട്ടിയേൻ്റെയും ഒന്നുമല്ല. നമ്മൾ ഓംലെറ്റോ കേക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കളയുന്ന മുട്ടത്തോടുണ്ടല്ലോ, കഴുകി ഉണക്കി വെച്ചിരുന്നാൽ മതി. അത് നമുക്ക് കുറച്ചാകുമ്പോൾ നമ്മൾ ചെറിയ ജാറിനകത്തിട്ട് പൊടിക്കത്തക്ക രീതിയിലാകുമ്പോൾ അത് നമ്മൾ പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്തതാണ് ഇത്. കണ്ടില്ലേ? ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ട് ഇരുന്നോട്ടെ, ഭസ്മം മാതിരി ആക്കണ്ട, ഒരു ചെറിയ തരിതരിപ്പായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം എങ്ങനെ ഇരിക്കുന്ന കപ്പാണ്. ഞാൻ അവിടെ 3 കൈ കൊണ്ട് കൊള്ളുന്ന മുട്ടത്തോടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. ഇതിട്ടു. സ്വല്പം ഡിഷ് വാഷും കൂടെ അതിനകത്ത് ഒഴിക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ എല്ലാം തേച്ച് പിടിപ്പിക്കണത്. സ്ക്രബ്ബർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. കണ്ടില്ലേ വിളക്കുന്നത്? കണ്ടില്ലേ വെളുത്തത്? അപ്പം നമ്മൾ മുട്ടത്തോടും ഡിഷ് വാഷും വെച്ച് തേച്ച് വെച്ചിരിക്കുകയാണ്. സ്ക്രബ്ബറും ഒന്നും ഉപയോഗിച്ചില്ല, കൈ കൊണ്ട് തന്നെ ഇട്ട് തേച്ച് കഴിയതേ ഉള്ളൂ. നല്ലതുപോലെ ഇനി കഴുകി കാണിക്കാം. ഇതിന് ഞാൻ എങ്ങനെ കളയും? അത്രമാത്രം വെളുത്തില്ലേ, നോക്കിക്കേ. തിളങ്ങുന്നുണ്ടല്ലേ? പിന്നെ ഒരു കപ്പൂടെ വേണമെങ്കിൽ കാണിക്കാം. കുറേ കാലമായിട്ട് ഇങ്ങനെ കളയാൻ വെച്ചിരിക്കുമായിരുന്നു. എങ്കിൽ ഇതുകൂടെ ഒന്ന് കഴുകി കാണിച്ചു തരാം. ഇതിലോട്ട് മുട്ടത്തോടിൻ്റെ പൊടി ഇട്ടു. സ്വല്പം ഡിഷ് വാഷും കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം. ഡിഷ് വാഷ് സ്വല്പം ഒഴിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ട് വെളുത്തിട്ടുണ്ട്. കണ്ടില്ലേ? സ്ക്രബ്ബർ ഒന്നും യൂസ് ചെയ്യുന്നില്ലേ? കണ്ടില്ലേ നിങ്ങൾ? ഞാൻ കരുതിയത് ഇത് ഇനി കൊള്ളത്തില്ല, കളർ ഫെയ്ഡായിപ്പോയി, ഇനി ആരുടെയും മുമ്പിലൊന്നും വെക്കാൻ കൊള്ളത്തില്ല, ആർക്കും ചായ കൊടുക്കാൻ കൊള്ളില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് എടുത്ത് മാറ്റി വെച്ചിരുന്നത്. നോക്കിക്കേ, അത് നല്ല സൂപ്പറായിട്ട് വെളുത്തു. നമുക്കിതിൻ്റെ ഇടയ്ക്ക് പിടിയുടെ ഇടയ്ക്കുള്ള നമുക്ക് അഴുക്ക് നമ്മുടെ കൈ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ശരി ഡിഷ് വാഷും കൂടെ ഒഴിച്ചിട്ട് തേച്ച് കഴിയാൽ മതി. പൈപ്പിൻ്റെ ഇതിലോട്ട് കാണിക്കാം. ഇതിനായിട്ടൊരു ബ്രഷ് വെച്ചിരുന്നാൽ മതി. നമ്മൾ കണ്ടില്ലേ? വെറുതെ കളയാൻ വെച്ചിരുന്ന കപ്പുകൾ എത്ര സുന്ദരമായെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ വിദ്യ. കണ്ടല്ലോ? നിങ്ങൾ ഇതേപോലെ കപ്പുകളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എളുപ്പം വെളുപ്പിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.